ഹേ ഗൈസ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഇന്നും ഒരു എക്സോസ് മോഡിഫിക്കേഷൻ ആയിട്ടാണ് വന്നേക്കണത്. ഇന്ന് നമ്മൾ ചെയ്യണം നമ്മുടെ കമാറൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ കമാറ 6.2 V8 ആണ്, LS3 എന്ന് പറഞ്ഞ എഞ്ചിനാണ്. അപ്പോൾ നമ്മളിതിന് ബോർല മഫ്ലർ കയറ്റാനുള്ള പ്ലാനാണ് ഇന്ന്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ടാസ്ക് ആണ്. അപ്പോൾ ജസ്റ്റ് കട്ടിങ്ങും ബിൽഡിങ്ങും പരിപാടിയില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് ഇതൊരു സൈഡിലെ എക്സോസ്റ്റ് ആണ്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ അത് രണ്ടും OEM മഫ്ലർ ഊരിയിട്ട് ഇത് ബോർലയുടെ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ ഒരു നോട്ട് വ്യത്യാസം, കുറച്ചുകൂടെ ഒരു സൗണ്ട് കിട്ടും വൈഡ് ഓപ്പൺ ത്രോട്ടിൽ. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഇപ്പോൾ കിടക്കുമായിരുന്നു. അപ്പോൾ വണ്ടി കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എക്സോസ്റ്റിനോട് കയറ്റി തരാം. ഇതാണ് വണ്ടിയുടെ സ്റ്റോക്ക് എക്സോസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് ലിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ എക്സോസ്റ്റ് ഇറക്കണമെങ്കിൽ ഇപ്പോൾ മഫ്ലർ മാത്രം റിമൂവ് ചെയ്യാണ് നമ്മുടെ പരിപാടി. എന്നിട്ട് ബോർലയുടെ വെക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ റാമ്പിലോട്ട് ഇവിടെ കുറച്ചുകൂടെ സേഫാണ്, ജാക്ക് സ്റ്റാൻഡ് വെക്കണേക്കാൾ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെക്കണം. വണ്ടി റാമ്പയിലോട്ട് കയറ്റിയിട്ട് പിന്നെ നമുക്ക് അടിയിൽ കയറിയിട്ട് ഇപ്പോൾ കണ്ടോ കുറച്ചുകൂടെ നമുക്ക് ഇടയുണ്ട് പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം അത് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ഇതാണ് നമ്മുടെ ബോർലയുടെ മഫ്ലർ തന്നെ. അവരുടെ സൈഡിലോട്ട് ജസ്റ്റ് ഇവിടെ നിന്നുണ്ട്, ഇത് ജസ്റ്റ് കയറ്റും ടൈറ്റ് ചെയ്താൽ മതി. അപ്പം ക്ലാമ്പ് വെൽഡിങ്ങും ഉണ്ട്. അപ്പം ഇതാണ് സാധനം. ഇതിപ്പം നമുക്ക് രണ്ട് സൈഡിലും സ്റ്റോക്ക് മഫ്ലർ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ OEM മഫ്ലർ തന്നെ, ഇതൊന്നും. അപ്പോൾ രണ്ട് സൈഡ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വേണം മറ്റേത് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി. ബാക്കി നമ്മൾ ചെയ്യണം. ബാക്കി ഫുൾ എക്സോസ്റ്റ് OEM ആണ്. അപ്പം അതൊക്കെ വേണമെങ്കിൽ അത് ഈ ഭാഗത്ത് ഇത് റെസനേറ്റർ വരും. അപ്പോൾ അതിന് മുമ്പ് ഡബിൾ എക്സ് പൈപ്പ് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ഡീപ്പ് നോട്ട് കിട്ടും. അപ്പം അത് ഡൗൺ ദി റോഡുള്ള പ്ലാനാണ്. അപ്പം തൽക്കാലം ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് സിമ്പിൾ ടാസ്ക് ആണിത്. ഇവിടുന്ന് ഹാങ്ങറിൽ നിന്ന് ഊരിയിട്ട് ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് മറ്റേത് ജസ്റ്റ് ബോൾട്ട് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇന്നിപ്പോൾ ഈ സൈഡ് ചെയ്യണം, ഈ സൈഡ് ചെയ്യണം. അത് ചെയ്തിട്ട് നമുക്ക് എക്സോസ് നോട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പോൾ തൽക്കാലം അത്യാവശ്യം നമുക്കൊരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും. അതിന് വേണ്ടിയാണ് ഇപ്പം തൽക്കാലം മഫ്ലർ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് പൈപ്പ് ചെയ്യാത്തതിന് സ്ട്രെയിറ്റ് പൈപ്പ് ചെയ്ത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു റാറ്റിൽ സൗണ്ട് പോലെ വരും, ഒരു നോട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് പൈപ്പ് പോകാതെ ജസ്റ്റ് ഇപ്പം ബോർലയുടെ മഫ്ലർ മാത്രമായിട്ട് ചെയ്യുന്നത്. കുറേ പേര് സ്ട്രെയിറ്റ് പൈപ്പ് പറഞ്ഞു, നമ്മളൊട്ടും അത് ഓപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യണ ഒരു മഫ്ലറായിട്ട് തന്നെ പോകാനാണ്. അപ്പം വൈബ്രൻ്റ് ഉണ്ട്, ബോർലയുണ്ട്, അങ്ങനെ പല ബ്രാൻഡുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബോർലയുടെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ പ്ലാസ്റ്റിക് ഡിഫ്യൂസർ വരണം, എന്നാലേ നമുക്കിത് അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ആവുന്നേക്കാം ടിപ്പ്. അപ്പം നമ്മളൊക്കെ ഇത് ഊരിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഊരിലാണ് ഫസ്റ്റ് പരിപാടി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ളതിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ അതാദ്യം കട്ട് ചെയ്ത് മഫ്ലർ ഇറക്കലാണ് ഫസ്റ്റ് പരിപാടി. അപ്പോൾ അത് ചെയ്യണം. നമ്മളിപ്പം കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണ ഇത് വെച്ചിട്ടാണ്, ഈ റെസിപ്രോക്കേറ്റിംഗ് സോ വെച്ചിട്ടാണ് നമ്മൾ എക്സോസ്റ്റ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മഫ്ലർ കട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് കട്ട് ചെയ്തു. ഇനി ജസ്റ്റ് നമ്മുടെ ഇവിടെ നിന്ന് ഹാങ്ങറിൽ നിന്ന് ഊരിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മഫ്ലർ ഊരിയാണ്. ഇതാണ് നമ്മുടെ കമാറോയുടെ സ്റ്റോക്ക് മഫ്ലർ. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഊരണം. വലിയ ഹാർഡ് ജോബൊന്നും പറയാനില്ല, സിമ്പിളായിരുന്നു. ഇനി ജസ്റ്റ് കയറ്റി മുറിക്കിയാൽ മതി. അതുപോലെ തന്നെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി.
അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ജസ്റ്റ് ഹാങ്ങറിൽ നിന്ന് ഊരിയിട്ട് നമുക്കിനിയിപ്പം ബാക്കി നോക്കാം. നമ്മൾ 2 മഫ്ലർ ഊരിയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് നോക്കിയാൽ കാണാം. ജസ്റ്റ് നമ്മൾ സ്ട്രൈറ്റ് പൈപ്പാണ് വന്നേക്കണ റെസനേറ്റർ കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അല്ലേ താമസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അയലക്കങ്കാർ ഓടിക്കായിരുന്നാൽ മതി. ബേസ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അതും കൂടെ വെച്ചാൽ അല്ലെങ്കിൽ റാസ്പായിരിക്കും. ചോര ഉണ്ടോ? പണിയെടുക്കുമ്പോൾ ചോര കാണണം. ഷോക്ക് മഫ്ലർ ഊരിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ബോർലയുടെ വി മഫ്ലർ കയറ്റണം. ഇത് വന്നേക്കണ ബോർലയുടെ എടെക് എന്ന് പറഞ്ഞ മഫ്ലർ സീരീസ് വന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് കയറ്റുക ചെയ്യുക, അതൊക്കെയാണ് പരിപാടി. അല്ലാണ്ട് ഇനി കൂടുതൽ വെൽഡിങ്ങും പരിപാടിയും കോംപ്ലിക്കേറ്റഡ് വർക്കൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിരിക്കും നമ്മൾ വിചാരിക്കണം. അപ്പോൾ ജസ്റ്റ് ചെയ്യുക, കയറ്റുക, ഹാങ്കറിൽ കയറ്റുക. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഓടിച്ചൊക്കെ നോക്കണം എങ്ങനെ സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ തോമസിനെ അറിയത്തുള്ളൂ എന്തോ സൗണ്ട് വ്യത്യാസം, ഡെയിലി അവനാണല്ലോ ഓടിക്കണേ. അപ്പം നമുക്ക് അപ്പോൾ ഇത് കയറ്റാം. അപ്പം നമ്മൾ ഫസ്റ്റ് മഫ്ലർ കയറ്റിയിട്ടുണ്ട്. അപ്പം ഇത് വന്നാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാണാം ജസ്റ്റ് കയറ്റിയിട്ടുണ്ട്. ഇവിടെ ക്ലാമ്പാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് കയറ്റി, ഇവിടെ ഹാങ്ങറും കയറ്റി. അപ്പം ടിപ്പ് നമുക്ക് 2 സൈഡിലും കയറ്റി ടിപ്പിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ കറക്റ്റ് ബോർലാന്ന് എഴുതിയേക്കണ കാണാം, ആ സൈഡിലാണ് ഇരിക്കണം. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ കയറ്റിയിട്ട് ഈവനായിട്ട് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 2 ബോർലയുടെ മഫ്ലർ കയറ്റി. ഇതിനിട്ട് ഇപ്പം ഏകദേശം ഇപ്പോൾ കറക്റ്റാണ്. ഇവിടുത്തെ ഏകദേശം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ കാണാം ജസ്റ്റ് ഇനി രണ്ടും നന്നായിട്ടൊന്ന് മുറിക്കാൻ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പോൾ ഇനി മുറുക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് സൗണ്ട്, എങ്ങനെയുണ്ട് വ്യത്യാസം എന്നൊക്കെ. അപ്പോൾ നമ്മൾ മഫ്ലർ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. തോംസ റെഡി. വണ്ടി ഡ്രൈവ് ചെയ്യാൻ എടുത്തോണ്ട് പോകുന്നതാണ്. സൗണ്ട് കേട്ട് ഇപ്പോൾ വണ്ടിക്ക് ചെറിയൊരു ബാക്ക് ഫയർ ഒക്കെ പോലെ വരും നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷെ ഡ്രോണോ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? നൈസായിട്ട് പൊട്ടുന്നുണ്ട്, ട്യൂണിന്റെ ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യമേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇച്ചിരി കുറച്ചുകൂടെ ലൗഡായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്ലൈ ബൈ എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ തോംസൺ ഇവിടുന്ന് ഇപ്പം നമുക്ക് നല്ല റോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലൈ ബൈ നോക്കാം. റെഡി?
തോമസ് അവിടെ നിന്ന് വന്നുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. നമുക്ക് ഫ്ലൈ വൈഡ് ഓപ്പൺ ത്രോട്ടിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്ത് നോക്കാം. ആ നൈസായിട്ട് സാധനം കിട്ടുന്നുണ്ട്. ഇപ്പം വണ്ടി റിസർവ് ആയിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് തന്നെ. അപ്പോഴത്തേക്കും നമുക്കിനി പമ്പിലോട്ട് പോവാം. അപ്പം നമ്മൾ സാധനമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. 2 മഫ്ലറും ചെയ്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് പോയായിരുന്നു. ഡ്രൈവിന് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലൗഡ്നെസ് ഉണ്ട്. പക്ഷെ ഭാരക എന്ന് പറഞ്ഞാൽ എന്നാ പറയണ ഭാരക സൗണ്ട് അല്ല, എന്നാലും അത്യാവശ്യം ഒരു ഗ്രൗളിംഗ് നോയ്സ് പോലെ അല്ലെങ്കിൽ കുറച്ചൊരു ബേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോപ്സ് ആൻഡ് ബാങ്സ് എന്ന് പറഞ്ഞാൽ നോർമലുള്ള പോപ്സ് കേൾക്കാം. എന്നുവെച്ചാൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഗിയറിലിട്ട് നമ്മൾ ഡൗൺ ഹില്ലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് നന്നായിട്ടുള്ള പോപ്സ്. പിന്നെ എന്നാ പറഞ്ഞാൽ ഡ്രോൺ ഇല്ല. അപ്പോൾ നോർമലി മഫ്ലർ എടുത്തുള്ള ഡ്രോൺ വരാറുണ്ട്. ഇപ്പോൾ ഇത് ബോർലയുടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡ്രോൺ കിട്ടാനൊന്നുമില്ല. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ചെറിയ പോപ്സ് ഒക്കെ ഉള്ളതുകൊണ്ടൊരു സുഖമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മാരക ലൗഡും അല്ല മാരക ക്വയറ്റും അല്ല. അപ്പം അത്ര ലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നെയ്ബേഴ്സിനെ ഒന്നും വെറുപ്പിക്കേണ്ട കാര്യം വന്നില്ല. കുറച്ചുകൂടെ ഡീപ് നോയ്സും നല്ലൊരു V8ന്റെ റോഡ് കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് പൈപ്പ് ചെയ്യാം. അപ്പോൾ ഡബിൾ എക്സ് പൈപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീപ്പ് നോട്ട് ചെയ്യും. അപ്പോൾ എച്ച് പൈപ്പ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എച്ച് പൈപ്പ് ടോർക്ക് കൂട്ടും, പക്ഷേ ഡബിൾ എക്സ് പൈപ്പ് നമുക്ക് ഡീപ്പ് നോട്ട് കിട്ടും. അപ്പം അതാണ് ഡിഫറൻസ്. അത് ഓരോരുത്തരെ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നനുസരിച്ചിട്ട് അങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പം നമ്മളിതിന് ഡബിൾ എക്സ് പൈപ്പ് നമുക്ക് കുറച്ചുകൂടെ അത്രയും നമ്മൾ പുഷ് ചെയ്യാനൊന്നും നോക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഡബിൾ എക്സ് പൈപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ തീരുകയാണ്. അപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പം പീസ്.